ജീവിതത്തെ ശാന്തമാക്കാൻ ഒരു തുടക്കക്കാരൻ്റെ മനസ്സ് നമുക്ക് ഉണ്ടാകണം. ഒന്നിനെ നമ്മൾ കാണുമ്പോൾ ആദ്യമായിട്ട് കാണുന്നത് പോലെ കാണുക. ഒന്നിനെ നമ്മൾ കേൾക്കുമ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെ കേൾക്കുക. ഒന്നിനെ അറിയുമ്പോൾ ആദ്യമായിട്ട് അറിയുന്നത് പോലെ അറിയുക. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ആ കാണുന്നതിനോടും കേൾക്കുന്നതിനോടും അറിയുന്നതിനോടും ഒരാദരവ്, ബഹുമാനം, സ്നേഹം ഉണ്ട്. ആ സമയത്ത് നമ്മുടെ മനസ്സ് നേരത്തെ ഉണ്ടായിരുന്ന ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരു അവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അത് ശാന്തമായ ഒരു അവസ്ഥയാണ്. ഒരു കുഞ്ഞിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞ് ഒരു കാഴ്ചയെ കാണുന്നത് ആദ്യമായി കാണുന്നത് പോലെയാണ് കാണുന്നത്. അതേപോലെ ആ കുഞ്ഞ് ഒന്നിനെ കേൾക്കുമ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെയാണ് കേൾക്കുന്നത്. ഒന്നിനെ അറിയുമ്പോൾ ആദ്യമായിട്ട് അറിയുന്നത് പോലെയാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ ആ കാണുന്നതിൽ, കേൾക്കുന്നതിൽ, അറിയുന്നതിൽ ആത്മ സാന്നിധ്യമുണ്ട്. സൂക്ഷ്മമായി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ഈ നിമിഷത്തിലാണ്. പക്ഷേ നമ്മൾ ചെയ്യുന്നത് അങ്ങനെയല്ല. നമ്മൾ ചെയ്യുന്നത്, നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ഉള്ളിൽ ഇങ്ങനെയൊരു ചിന്തയുണ്ട്, എല്ലാം എനിക്കറിയാം. ഈ ഒരു ഭാവം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ള് നിറഞ്ഞിരിക്കുകയാണ്. അതേസമയത്ത് ഉള്ള് ശൂന്യമാവില്ലേ? നമ്മുടെ ഒരു ദിവസം എടുക്കുക. ആ ഒരു ദിവസത്തെ ആദ്യമായി കാണുന്നത് പോലെ നമ്മൾ കാണുക. ആ ഒരു ദിവസം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ആദ്യമായി ചെയ്യുന്നത് പോലെ ചെയ്യുക. അതേപോലെ ഒരാളെ നമ്മൾ കാണുമ്പോൾ എത്ര വർഷം അയാളെ നമ്മൾ കണ്ടാലും അയാൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് കാണുന്നത് പോലെ കാണുക. ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ ഓരോ ദിവസവും ഓരോ വ്യക്തിയും നമുക്ക് പുതുമയുള്ളതായിട്ട് മാറും. പഴയതായിട്ട് നമുക്ക് തോന്നില്ലേ? അവിടെ നമ്മുടെ മനസ്സ് ശാന്തമാണ്. ഒരിക്കൽ ഒരു പണ്ഡിതൻ ഒരു ഗുരുവിൻ്റെ അടുത്ത് വന്നു. വരുമ്പോൾ അയാൾക്കെല്ലാം അറിയാമെന്നുള്ള ഭാവം ഉണ്ടായിരുന്നു. ഇത് ഗുരുവിന് അറിയാമായിരുന്നു. ഗുരു ആ സമയത്ത് തൻ്റെ മുന്നിലുള്ള വലിയ കപ്പിൽ നിന്ന് ചായ ചെറിയ കപ്പിലേക്ക് ഒഴിച്ചു. കപ്പ് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരുന്നു. ഇത് കണ്ട പണ്ഡിതൻ പറഞ്ഞു, ഗുരു, കപ്പ് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുകയാണ്. അപ്പോൾ ഗുരു പറഞ്ഞു, നിങ്ങളും ഇതേപോലെയാണ്. അറിവ് കൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുകയാണ്. അവിടെ എല്ലാം അറിയാമെന്നുള്ള ഭാവമുണ്ട്. ഈ ഭാവമുള്ളപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലേക്ക് കയറില്ല. നിങ്ങളുടെ ഉള്ള് ഒരു ഒഴിഞ്ഞ കപ്പ് പോലെ ആവണം. അതേ സമയത്ത് നമ്മൾ പറഞ്ഞല്ലോ, ആദ്യമായിട്ട് കാണുന്ന പോലെ കാണുക, കേൾക്കുക, അറിയുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ള് ഒഴിഞ്ഞിരിക്കുകയാണ്. അവിടെ നമ്മളിൽ വിനയമുണ്ട്, എളിമയുണ്ട്, ഒന്നിനെ സ്വീകരിക്കാനുള്ള ആ ഒരു കഴിവ് ഉണ്ട്. അങ്ങനെയുള്ള ഒരാളാണ് നമ്മളെങ്കിൽ ശരിക്കും നമ്മുടെ ജീവിതം ശാന്തമാണ്. ഒരിക്കൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരു ശിഷ്യൻ വന്നിട്ട് പറഞ്ഞു, ഗുരു, എൻ്റെ ജീവിതം വളരെ മനോഹരമാണ്. എൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. എന്താണതങ്ങനെ എനിക്ക് തോന്നുന്നത്? അപ്പോൾ ഗുരു ശിഷ്യനെയും കൊണ്ട് പുറത്തേക്ക് പോയി. ആ സമയം രാത്രിയായിരുന്നു. രാത്രി ആകാശത്ത് നക്ഷത്രങ്ങളുണ്ടായിരുന്നു. ഗുരു ശിഷ്യനോട് ചോദിച്ചു, ആകാശത്ത് നീ എന്താണ് കാണുന്നത്? നക്ഷത്രങ്ങളെയാണ് ഞാൻ കാണുന്നത്. അതെങ്ങനെയുണ്ട്?
നിനക്കിഷ്ടമായോ? അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, ഗുരു, എനിക്ക് അത് ഇഷ്ടമായി, ഇത് വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നുന്നു, എൻ്റെ ഉള്ളിൽ എന്തോ ഒരു സുഖം ഞാൻ അനുഭവിക്കുന്നു. അപ്പോൾ ഗുരു ചോദിച്ചു, ആ നക്ഷത്രത്തിൻ്റെ പേര് നിനക്കറിയോ? നീ പുസ്തകങ്ങളിൽ വായിച്ചിട്ടാണോ നക്ഷത്രങ്ങളെക്കുറിച്ച് അറിഞ്ഞത്? അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, അല്ല ഗുരു, ഞാനതിനെ നോക്കിയപ്പോഴാണ് അറിഞ്ഞത്. എൻ്റെ ഉള്ളൊഴിഞ്ഞ് അതിനെ നോക്കിയപ്പോഴാണ് ആ നക്ഷത്രത്തിൻ്റെ ആ മനോഹരതയും അതിൻ്റെ ആ സൗന്ദര്യവും എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഗുരു ശിഷ്യനോട് പറഞ്ഞു, ഇതൊന്നും അറിയാൻ വേണ്ടിയിട്ട് കുറേ പുസ്തകങ്ങളൊന്നും വായിക്കണ്ട, ശരിക്ക് ഒഴിഞ്ഞ മനസ്സോടെ അതിനെ നോക്കിയാൽ മാത്രം മതി. ഇതേപോലെ വേണം നമ്മുടെ ജീവിതത്തിൽ. അതായത് ഏതൊരു കാര്യം ചെയ്യുന്ന സമയത്തും ആദ്യമായിട്ട് ചെയ്യുന്നത് പോലെ ചെയ്യുക, ആദ്യമായിട്ട് കാണുന്നത് പോലെ കാണുക, കേൾക്കുക, അറിയുക. ആ സമയത്ത് നമ്മുടെ മനസ്സ് ശാന്തമാണ്.